ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 24ാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ. 24ാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു ജനറേഷന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് എന്ത് പറയുക? റീപ്രൊഡക്ഷൻ എന്ന് പറയാം. റീപ്രൊഡക്ഷൻ മെയിൻലി 2 തരത്തിലാണ് നടക്കുന്നത്. സസ്യങ്ങളിലും 2 തരത്തിലാണ് നടക്കുന്നത്. അസെക്ഷൽ മെത്തേഡ് ആൻഡ് സെക്ഷൽ മെത്തേഡ്. അസെക്ഷൽ മെത്തേഡും സെക്ഷൽ മെത്തേഡും. ജീവികളിൽ സാധാരണ എങ്ങനെയാണ്? സെക്ഷൽ മെത്തേഡിലാണ് നടക്കുന്നത്. ഇനി ബാക്കി ചെറിയ ചെറിയ വരുന്ന ഓർഗാനിസംസിലാണ് അസെക്ഷൽ മെത്തേഡ് നമ്മൾ കാണുന്നത്, പ്ലാന്റ്സിലൊക്കെ കാണുന്നത്. ഇനി എന്താണ് ഈ അസെക്ഷൽ മെത്തേഡും സെക്ഷൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? സെക്ഷൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെയിൽ പാർട്ട് ഉണ്ടായിരിക്കും, ഫീമെയിൽ പാർട്ട് ഉണ്ടായിരിക്കും. ഈ മെയിൽ പാർട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗാമറ്റ്സുകൾ, മെയിൽ ഗാമറ്റ്സുകളും ഫീമെയിൽ പാർട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫീമെയിൽ ഗാമറ്റ്സുകളും ഫെർട്ടിലൈസ് ചെയ്ത്, അതായത് ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയ ജീവി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സൈഗോയിഡ് ഫോം ചെയ്ത് അത് പുതിയ ജീവിയായിട്ട് മാറാം. അങ്ങനെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി ഉണ്ടാവുന്ന റീപ്രൊഡക്ഷനാണ് എന്ത് പറയുക? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഇനി ഇതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സുകളുടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഫ്യൂഷൻ ഇല്ലാതെ നടക്കുന്ന റീപ്രൊഡക്ഷനാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, വേറെ പലതരത്തിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ഉണ്ട്. ഇനി മെയിനായിട്ട് വരുന്നത് ഒന്ന് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ അമീബിയൊക്കെ പോലുള്ള വളരെ ചെറിയ ജീവികളിലാണ് നടക്കുക. അവരുടെ പ്ലാന്റ് അല്ലെങ്കിൽ പാരൻ്റ് എന്തായിരിക്കും? ഒറ്റ സെല്ലുള്ള ജീവികളായിരിക്കും. ആ സെല്ല് 2ആയിട്ട് വിഭജിക്കും. വിഭജിച്ച ഓരോ സെല്ലുകളും എന്താണ്? പുതിയ ജീവികളായിട്ട് മാറും. അപ്പോൾ ഈ പുതിയ ജീവികൾക്ക് പാരൻ്റ് എന്നൊന്നും പറയാനില്ല എന്ന്, അല്ലെങ്കിൽ അച്ഛനമ്മ ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ്? ഒരു ജീവി തന്നെയാണ് പിന്നെ 2ആയിട്ട്, ആ 2ആയ ജീവികൾ ഓരോന്നും പിന്നെയും 2ആയിട്ട് അങ്ങനെ പോകുന്നത്. ഇനിയാണ് മൾട്ടിപ്പിൾ ഫിഷൻ. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലാർ ഓർഗാനിസം എന്താണ്? പല കഷ്ണങ്ങളായിട്ട് പിരിയുക, ഓരോന്നും എന്ത് ചെയ്യുക? പുതിയ ജീവികളായിട്ട് വളരുക. പിന്നെ വേറൊരെണ്ണാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ആ പാരൻറ്റിൽ തന്നെ, പാരൻ്റ് ഓർഗാനിസത്തിൽ തന്നെ ചെറിയ ബഡ്ഡുകൾ, ഇങ്ങനെ മുകുളങ്ങൾ പോലെ ഫോം ചെയ്യും. ഈ മുകുളങ്ങൾ അതിൽ നിന്ന് എന്താ പറയുക? ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് പുതിയ ജീവിയായിട്ട് വളരും. അപ്പോൾ അവർക്ക് എന്തുണ്ട്? അവർക്ക് പാരൻ്റ് എന്ന് പറയാനുണ്ട്. കാരണം എന്താ? പാരൻ്റ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്, അതിൽ മുകുളങ്ങൾ ഉണ്ടായിട്ട് ആ മുകുളമാണ് വേറെയായിട്ട് വളരുന്നത്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫിഷൻ പോലെ തന്നെയാണ്. എന്താണ്? അവരുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞിട്ട് ഓരോ കഷ്ണങ്ങളും പുതിയതായിട്ട് വളരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തലയും ഒരു സെൻട്രൽ പോർഷനും അതുപോലെ തന്നെ ടെയിലും ഉള്ളൊരു ജീവിയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ഡിറ്റാച്ച് ചെയ്യും, അതുപോലെ സെൻട്രൽ പോർഷൻ ഡിറ്റാച്ച് ചെയ്യും, ടെയിൽ ഡിറ്റാച്ച് ചെയ്ത് പോയാൽ അതിൽ നിന്ന് മുറിഞ്ഞു പോരും. ഇനി എന്താണ് മുറിഞ്ഞു പോകുന്നത്? അതിൻ്റെ ബാക്കിയുള്ളത് അതിൽ നിന്ന് വളർന്നു വരുന്നത്. ഇപ്പോൾ ഹെഡാണ് ഡിറ്റാച്ച് ചെയ്തത്, ഹെഡിൽ നിന്ന് ആ മിഡിൽ പോർഷനും ടെയിലും വളർന്നു വരും. മിഡിൽ പോർഷനിൽ നിന്ന് ഹെഡും ടെയിലും വളരും, ടെയിലിൽ നിന്ന് മിഡിൽ പോർഷനും ഹെഡും വളരും. അപ്പോൾ ഇവർക്കും എന്ത് പറയാൻ പറ്റില്ല? ഒരു പാരൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പാരൻ്റ് ബോഡിയാണ് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒക്കെ പ്ലാന്റ് ബോഡി നമ്മൾ മുറിച്ച് നടുക. ഇപ്പോൾ സ്റ്റെമ്മ് നമ്മൾ മുറിച്ച് നടും, ലീഫ് മുറിച്ച് നടും, വേരുകൾ ലയറിംഗ് ഒക്കെ വഴി ചെയ്യും. ഇതൊക്കെ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഇനി നമുക്കുള്ളത് സ്പോർ ഫോമേഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വേറൊരെണ്ണാണ് സ്പോർ ഫോമേഷൻ എന്ന് പറയുന്നത്. സ്പോർ ഫോമേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് ബോഡിയിൽ ഒരു പ്രത്യേക തരം സ്ട്രക്ചർ ഉണ്ടാവും, ഒരു സഞ്ചി പോലെ സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ പേരാണ് സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയയിൽ ഉണ്ടാവുന്ന ചെറിയ 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 കുരുക്കളാണ് സ്പോറുകൾ. സ്പൊറാഞ്ചിയ പൊട്ടിയിട്ട് സ്പോറുകൾ പുറത്ത് വന്നിട്ട് ഓരോ സ്പോറും എന്ത് ചെയ്യും? പുതിയ പ്ലാന്റായിട്ട് വളരും. ഇതൊക്കെയാണ് സെക്ഷൽ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ്. സെക്ഷൽ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഗാമറ്റ്സും ഫീമെയിൽ ഗാമറ്റ്സും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് പുതിയ ജീവികളുണ്ടാവും. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ്? മെയിൽ ഫ്ലവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരേ ഫ്ലവറിൽ തന്നെ ഈ 2 പാർട്ടും ഉണ്ടാവും. അപ്പോൾ പ്ലാന്റ്സിൻ്റെ മെയിൽ പാർട്ടിനെയാണ് ആൻഡ്രീഷ്യം എന്ന് പറയാം, ഫീമെയിൽ പാർട്ടാണ് ഗൈനീഷ്യം. പ്ലാന്റ്സിൻ്റെ മെയിൽ പാർട്ടാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ പാർട്ടാണ് ഗൈനീഷ്യം. ഈ ആൻഡ്രീഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന മെയിൽ ഗാമറ്റുകളാണ് പൊള്ളൻസ് അല്ലെങ്കിൽ പൂമ്പൊടി എന്ന് പറയുക. ഈ ഗൈനീഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫീമെയിൽ ഗാമറ്റ്സ് ആണ് ഓവം അല്ലെങ്കിൽ എഗ്ഗ് എന്നൊക്കെ പറയണത്.
അപ്പോൾ ഈ പൊള്ളനും ഓവം കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ആ ഒരു സൈഗോട്ട് ഉണ്ടായിട്ട് അത് ഫ്രൂട്ടായിട്ട് പിന്നെ പുതിയ ചെടിയായിട്ട്, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡായിട്ട് പുതിയ ചെടിയായിട്ട് വളരുക. ഇനി നമ്മുടെ മനുഷ്യന്മാരുടെ കേസ് പറയുകയാണെങ്കിലോ, ഹ്യൂമൻസിനാണെങ്കിൽ എന്താണ്, മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഉണ്ട്. ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഓവറി. ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഓവറി. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫിമെയിൽ ഗാമറ്റ്സ് ആണ് ഓവം അല്ലെങ്കിൽ എഗ്ഗ്, നമ്മൾ അണ്ടം എന്നൊക്കെ പറയണത്. മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് ടെസ്റ്റിസ്. അപ്പോൾ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്പേം ആണ് മെയിൽ ഗാമറ്റ്സ്. മെയിൽ ഗാമറ്റ്സ് ഫിമെയിൽ ബോഡിയുടെ ഉള്ളിലെത്തിയിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി ഫിമെയിൽ ബോഡിയുടെ ഉള്ളിലെത്തിയിട്ട് അവിടെയുള്ള ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഓവവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുകയും ഈ സൈഗോട്ട് യൂട്രസിൽ വന്ന് പറ്റി പിടിച്ച് വളർന്ന് പുതിയൊരു കുട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി നമുക്കിതിൽ നോക്കാം. അപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി വേറെ പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ, നമ്മൾ വെജിറ്റേറ്റീവിൽ പറയേണ്ടതാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ പാർട്ട്, ഇലയോ വേരോ തണ്ടൊക്കെ ഒരു കഷ്ണം എടുത്തിട്ട് അത് ഒരു ലാബ് കണ്ടീഷനിൽ ന്യൂട്രിയൻ്റ് മീഡിയം ഒക്കെ സപ്ലൈ ചെയ്തിട്ട് വൻതോതിൽ ഉണ്ടാക്കിയെടുക്കുക, അതിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയാം. ഇനി IVF മെത്തേഡുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നോർമലി എന്താണ്, ഈ സ്പേമും ഓവം കൂടെ ഫ്യൂസ് ചെയ്യണത് ഫിമെയിൽസിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് എന്താണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവില്ല എന്ന്, അതായത് അവർക്ക് ഫെലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് അവിടെ ഫ്യൂഷൻ നടക്കില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ മെയിൽസിൻ്റെ സ്പേമും ഫിമെയിൽസിൻ്റെ ഓവം കൂടെ ലബോറട്ടറി കണ്ടീഷനിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ച് സൈഗോട്ടായി എംബ്രിയോ ആക്കി വളർത്തിയിട്ട് അതിനെന്ത് ചെയ്യും, ആ സ്ത്രീയുടെ തന്നെ യൂട്രസിൽ കൊണ്ടുപോയി ഇംപ്ലാന്റ് ചെയ്യും. അങ്ങനെ കുട്ടികൾ ആ കുട്ടീനെ പിന്നെ നോർമലായിട്ട് ഗർഭം ധരിച്ച് വളരുന്ന പോലെ തന്നെ വളരും. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ, ഈ ഒരു മെത്തേഡാണ് IVF മെത്തേഡ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അത് പുറത്ത് വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താം. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളാണ് IVF ബേബീസ് എന്ന് പറയാം. ഇനി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ STD എന്ന് പറയും. അതായത് നമ്മൾ ശുചിയല്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത സെക്ഷൽ കോണ്ടാക്റ്റുകൾ വഴി പലതരത്തിലുള്ള അസുഖങ്ങൾ പടരാം. അപ്പോൾ അതിലൊന്നാമത്തെയാണ് സിഫിലിസ്, ഗൊണേറിയ. അപ്പോൾ സിഫിലിസ് അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. സിഫിലിസ് പരത്തുന്ന ബാക്ടീരിയയാണ് ട്രിപ്പോണീമ പല്ലിഡം. വൺ വേർഡൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി ഗൊണേറിയ പരത്തുന്നതാണ് നൈസീരിയ ഗൊണേറിയെ. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയാസ് ഇപ്പോൾ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരിലേക്കോ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലേക്കോ പടരും. വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതായത് ഒരു 2-5 ആ ഒരു ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും, അവരത് അവിടെ സ്പ്രെഡ് ആവുകയും ഒരു 10-90 ദിവസത്തിനുള്ളിൽ അതങ്ങനെ, സിഫിലിസിൻ്റെ ആണെങ്കിൽ 10-90 ദിവസത്തിനുള്ളിലാണ്, ഗൊണേറിയ ആണെങ്കിൽ 2-5 ദിവസത്തിനുള്ളിൽ അവിടെ രോഗം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ബാക്ടീരിയൽ ഡിസീസുകളാണ്, ഗൊണേറിയയും സിഫിലിസും. പിന്നെ സിംറ്റംസ് നോക്കാം രണ്ടിൻ്റെയും. ഫീവർ ഉണ്ടാവും, സ്പോർ അപ്പിയേഴ്സ് ഓൺ ദ സ്കിൻ. ഇങ്ങനെ എന്താ ചെറിയ ചെറിയ സോഴ്സുകൾ, അതായത് കുരു പോലെ സ്കിന്നിലുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ വെജൈനൽ ഏരിയയിലൊക്കെ ഉണ്ടാവും. ത്രോട്ട് ആൻഡ് യൂറിനോജെനീഷ്യൽ ഏരിയാസ്, എസ്പെഷ്യലി വെജൈന, പെനിസ്, ആനസ്, റെക്റ്റം, മൗത്ത്, അവിടെയൊക്കെ ഉണ്ടാവാം. വായലുണ്ടാവും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വെജൈനയിലുണ്ടാവും, പിന്നെ എന്താ പറയുക പെനിസിലുണ്ടാവും, പുരുഷന്മാരുടെ പെനിസിലുണ്ടാവാം, ആനസിലുണ്ടാവാം, അവിടെ റെക്റ്റത്തിലുണ്ടാവാം, അവിടെയൊക്കെ ഉണ്ടാവാം ചെറിയ ചെറിയ സോറുകൾ ഇങ്ങനെ കുരു പോലെ ഉണ്ടാവാം. വൈറ്റ് പാച്ചസ് ഓൺ മൗത്തിൽ ഇങ്ങനെ വൈറ്റ് കളറേഷൻസ് വരും. അക്കെ ലൈക്ക് വാട്ട്സ് ഇൻ ദ ഗ്രോയിൻ ഏരിയ, ഇങ്ങനെ മുഖക്കുരു പോലത്തെ ഒരു സംഭവങ്ങൾ വരും. ഇതൊക്കെയാണ് ഈ ഗൊണേറിയ സിഫിലിസിൻ്റെയൊക്കെ സിംറ്റംസ് വരുന്നത്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചെന്താണ്, വളരെ ശുചിത്വമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റുകൾ നടത്തുക, പിന്നെ എന്ത് ചെയ്യുക, ഒന്നിലധികം പാർട്ട്നേഴ്സ് ഇല്ലാതിരിക്കുക, പിന്നെ കോണ്ടംസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സെക്ഷുവലി പകരുന്ന ഒരു വൈറൽ ഡിസീസാണ് എയ്ഡ്സ്. നമുക്കറിയാം, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് പരത്തുന്ന വൈറസാണ് HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി മാത്രമല്ല എയ്ഡ്സ് പകരുന്നത്. ഒന്നെന്താണ്, സെക്ഷൽ കോണ്ടാക്റ്റ് വഴി വരും. രണ്ടെന്ന് പറയുന്നത് എയ്ഡ്സ് ഉള്ള രോഗിക്ക് ഉപയോഗിച്ചിട്ടുള്ള സിറിഞ്ചോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറൊരാൾക്ക് ഉപയോഗിക്കുമ്പോൾ അതുവഴി വരാം. പിന്നെ എയ്ഡ്സ് ഉള്ള അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരാം.
പിന്നെ രക്തം, എയ്ഡ്സ് ഉള്ള ഒരാളുടെ രക്തം എയ്ഡ്സ് ഇല്ലാത്ത ഒരാൾക്ക് കയറ്റുന്നതിലൂടെയൊക്കെ നമുക്ക് എയ്ഡ്സ് പകരാം. ഇനി എയ്ഡ്സ് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക? ഇതേപോലെ തന്നെ എന്താണ്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ല സെക്ഷൽ കോണ്ടാക്റ്റുകൾ, ശുചിത്വമുള്ളത്, അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റുകൾ പാലിക്കുക, ഒന്നിലധികം പാർട്ട്നേഴ്സ് ഇല്ലാതിരിക്കുക ഒക്കെ ചെയ്യാം. ഇനി എയ്ഡ്സ് വന്നിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ലിംഫോസൈറ്റുകൾ അവർ അറ്റാക്ക് ചെയ്യും. ലിംഫോസൈറ്റുകൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യും, അവരുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ വേറെ രോഗാണുക്കൾ വരുമ്പോൾ അവർക്കെതിരെ പൊരുതാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ നമുക്ക് മറ്റ് അസുഖങ്ങൾ പിടിച്ചിട്ടാണ് നമ്മൾ എയ്ഡ്സ് വന്ന് മരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു എയ്ഡ്സുള്ള ഒരാളെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ടോ, ഒരേ പായൽ ഉറങ്ങിയോണ്ടോ, ഒരേ ഫുഡ് കഴിച്ചതുകൊണ്ടോ, ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ഒരേ കുളത്തിൽ കുളിച്ചതുകൊണ്ടോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല. ഈ പറഞ്ഞ 4 മെത്തേഡ്സിൽ കൂടെ മാത്രമാണ് എയ്ഡ്സ് പകരുക. ഇതാണ് നമുക്ക് ഈ ചാപ്റ്റർ നോക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാ കാര്യങ്ങളും വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ വേർഡ്സ് മാത്രമാണ് കിട്ടാനുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.